സാഹിത്യത്തെ സംബന്ധിച്ചോ ചരിത്രത്തെ സംബന്ധിച്ചോ നിയമത്തെ സംബന്ധിച്ചോ യാതൊന്നും അറിയാതിരുന്ന നിരക്ഷരനായ ഒരു മനുഷ്യൻ 40-ാം വയസ്സിൽ ഹീറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷം അന്നത്തെ അറബി സാഹിത്യകാരന്മാരെ അമ്പരപ്പിക്കുകയും അന്താളിപ്പിക്കുകയും ചെയ്യുന്ന അറബി സാഹിത്യത്തിൽ സംസാരിക്കുന്നു. ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് ഒന്നും അറിയാതിരുന്ന വ്യക്തി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ബീജത്തെയും അണ്ടത്തെയും ബീജവും അണ്ടവും കൂടിച്ചേർന്ന സിക്താണ്ഡത്തെയും സിക്താണ്ഡം വിഭജിച്ചുണ്ടാകുന്ന കോശങ്ങളെയും ഭ്രൂണത്തിന്റെ വിവിധ ഘട്ടങ്ങളെയും സംബന്ധിച്ച് പറയുന്നു. ശാസ്ത്രത്തെ സംബന്ധിച്ച് യാതൊന്നും അറിയാതിരുന്ന വ്യക്തി പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിന്റെ ആരംഭത്തെയും ഗുരുത്വാകർഷണ ശക്തിയെയും പർവ്വതങ്ങൾ ഭൂമിയുടെ ആഴങ്ങളിലെ കണ്ടിറങ്ങിയതിനെയും ആധുനിക സബ്മറൈൻസ് ഉപയോഗിച്ച് മാത്രം കണ്ടെത്തിയിട്ടുള്ള സാഗരങ്ങളുടെ ആഴങ്ങളിലുള്ള ഭയാനകമായ അന്ധകാരങ്ങളെയും സംബന്ധിച്ച് പറയുന്നു. ഇത് ആധുനിക ശാസ്ത്ര വസ്തുതകളുമായി യോജിക്കുന്നു. നിയമം പഠിച്ചിട്ടില്ലാത്ത വ്യക്തി മനുഷ്യ സമത്വം, നിയമത്തിന്റെ മുൻപിലുള്ള സമത്വം, ജീവനുള്ള പവിത്രത, ജീവികൾക്കുള്ള അവകാശങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ, തടവുകാർക്കുള്ള അവകാശങ്ങൾ, അങ്ങനെ ഒട്ടേറെ അവകാശങ്ങളെ സംബന്ധിച്ച് പറയുകയും 1948 ഐക്യരാഷ്ട്രസഭ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെ ഇതെല്ലാം അനശ്വരങ്ങളായ നിയമങ്ങളാണെന്ന് അംഗീകരിക്കുന്നു. ചരിത്രം പഠിച്ചിട്ടില്ലാത്ത വ്യക്തി മൺമറഞ്ഞ പട്ടണങ്ങളെ സംബന്ധിച്ച് പറയുകയും അതിനെ സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നു. അദ്ദേഹം ഈ ലോകത്ത് ജീവിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ചുപോയ ക്രൂരനായ ഏകാധിപതിയായ ഫിർഔന്റെ മൃതശരീരം ഭാവി തലമുറകൾക്കായിട്ട്, ജനസമൂഹങ്ങൾക്കായിട്ട് സ്രഷ്ടാവ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും 1 നൂറ്റാണ്ടിന് മുൻപ് അത് കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ പറയുന്ന വ്യക്തി പറയുന്നു, എനിക്കിതിന്റെ ക്രെഡിറ്റ് വേണ്ട. ഖുർആൻ പ്രഖ്യാപിക്കുന്നു, ഇത് ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്ന് അവതീർണമായ വേദഗ്രന്ഥമാണ് എന്ന്. ആ ഗ്രന്ഥമാണ് പറയുന്നത്, ഒരു അണു നന്മ ചെയ്താൽ അത് കാണും, ഒരു അണു തിന്മ ചെയ്താൽ അതും കാണും. അതായത് നന്മക്കനുസൃതമായ പ്രതിഫലം, തിന്മക്കനുസൃതമായ ശിക്ഷ. സത്യവിശ്വാസികൾക്ക് പരലോകത്തുള്ള ഒരുപാട് പ്രതിഫലത്തെ സംബന്ധിച്ചും തെറ്റ് ചെയ്തവർ നരകത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഭയാനകമായ ശിക്ഷകളെ സംബന്ധിച്ചും ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട്. അത് പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കുവാനോ ഭയപ്പെടുത്തുവാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ. ഇതെല്ലാം കൺകുളിർപ്പിക്കുന്ന കാഴ്ചകൾ ഒരു ആത്മാവും കണ്ടിട്ടില്ല. പ്രപഞ്ചത്തിന് അതീതമായ കാര്യങ്ങളാണ്. നമ്മുടെ കാഴ്ചശക്തിക്കും കേൾവിശക്തിക്കും പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്ന് അള്ളാഹു അത് വിശദീകരിച്ച് തന്നിട്ടുണ്ടെന്ന് മാത്രം. ഈ ഒരു പരലോക വിശ്വാസം നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ദൗർഭാഗ്യവശാൽ പരലോക വിശ്വാസത്താൽ പിടയുന്ന മനസ്സുകൾ നമുക്കില്ല. പരലോക വിശ്വാസത്താൽ ഇഹലോകത്തിന്റെ ത്യാഗങ്ങളില്ല. പഴയകാല വിശ്വാസികൾ അതായിരുന്നില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്നപ്പോഴും രാത്രികാലങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചു പോകുവാൻ പ്രേരിപ്പിച്ചത് ഈ പരലോക വിശ്വാസമാണ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള സംഭവമല്ലേ, ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ പോകുമ്പോൾ ഒരു സ്ത്രീ എന്തോ ഭക്ഷണം പാകം ചെയ്യുന്നു, ചുറ്റുപാടും കുട്ടികളിരുന്ന് കരയുന്നു. ഓടിച്ചെന്ന് ചോദിച്ചു, എന്തിനാണ് ആ കുട്ടികൾ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ആ സ്ത്രീ പറഞ്ഞു, പട്ടിണി മൂലമാണ്. കുറച്ച് ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അതുകൊണ്ട് ഈ കുട്ടികളെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ട് അഭിനയിക്കും. പല ദിവസങ്ങളായി അഭിനയം തുടരുന്നത് കൊണ്ട് കുട്ടികൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നത്. ഈ വാക്കുകൾ മഹാനായ ഭരണാധികാരിയുടെ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ചെന്ന് തറക്കുകയും അദ്ദേഹം ഓടുകയായിരുന്നു ഗോതമ്പും വെണ്ണയും സൂക്ഷിച്ചിരുന്ന ഗോഡൌണിലേക്ക്. എന്നിട്ട് ഭൃത്യനായ അസ്ലമിനോട് പറഞ്ഞു, ഒരു ചാക്ക് ഗോതമ്പെന്റെ മുതുകത്ത് വെച്ച് തരിക. അസ്ലം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ഭരണാധികാരിയല്ലേ, ഞാൻ ചുമന്നുകൊള്ളാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാടില്ല. പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ സന്നിധിയിൽ എന്റെ ഭാരം ചുമക്കാൻ താങ്കൾ ഉണ്ടാവുകയില്ലല്ലോ. എന്നിട്ട് സ്വയം അത് ചുമന്ന് അവിടെ എത്തിച്ചു കൊടുക്കുകയും സ്ത്രീക്കും കുട്ടികൾക്കും ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു. സംതൃപ്തിയോടെ അവർ ഉറങ്ങുന്നതുവരെ കാത്തിരുന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഉമറിനേക്കാൾ ഭരണാധികാരിയാകുവാൻ താങ്കളാണ് യോഗ്യൻ. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞില്ല, ഞാനാണ് ഭരണാധികാരി എന്ന് പറഞ്ഞില്ല. കാരണം പരലോകത്തെ ആ പ്രതിഫലത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഈ സംഭവം ഞാൻ ഉദ്ധരിക്കാനുള്ള കാരണം, അസ്ലമിനോട് ചോദിക്കുന്നില്ലേ ഉമർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ സന്നിധിയിൽ എന്റെ ഭാരം ചുമക്കാൻ താങ്കൾ ഉണ്ടാകുമോ? ഇന്ന് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഈ ത്യാഗം നമ്മുടെ മനസ്സുകളില്ല. ദരിദ്രരുടെ കണ്ണുനീര് നമ്മെ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. കാരണം നാം എല്ലാം കടക്കേണിയിലാണ്, ആധുനികവൽക്കരണത്തിന്റെ കടക്കേണിയിലാണ്. വീട് വെക്കുവാനായിട്ട് വായ്പ, കാറ് വാങ്ങുവാനായിട്ടുള്ള വായ്പ, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെ പോകുന്നു. വായ്പയുടെ
ആ അടിമത്വത്തിൽ കിടന്ന് പിടയുന്ന ഈ ആധുനിക മുസ്ലിം സമൂഹത്തിന് ഇതൊന്നും കാണുവാൻ സാധിക്കുകയില്ല. നാം യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറണം. 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിൽ അല്ലാഹു പറയുന്നില്ലേ, മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയനഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീക്കും ഉത്തമമായ ജീവിതവും മഹത്തായ പ്രതിഫലവും ഉണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ഇവിടെ വിശ്വാസം കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് രക്ഷയില്ല. കർമ്മങ്ങൾ കൊണ്ട് മാത്രം രക്ഷയില്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ വേണം. 33-ാം അധ്യായത്തിലെ 35-ാം വചനത്തിൽ അല്ലാഹു പറയുന്നില്ലേ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി വസ്സാബിരീന വസ്സാബിറാത്തി വൽ ഹാശിയീന വൽ ഹാശിയാത്തി വൽ മുത്തസ്സദ്ദിഖീന വൽ മുത്തസ്സദ്ദിഖാത്തി വസ്സായിമീന വസ്സായിമാത്തി വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിലാത്തി വദാക്കിരീന അല്ലാഹ കസീറൻ വദാക്കിറാത്തി വഅദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അലീമ. കീഴൊതുങ്ങിയ വിശ്വാസികളായ, ഭയഭക്തരായ, വിനയാന്വിതരായ, ക്ഷമാശീലരായ, വ്രതമനുഷ്ഠിക്കുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ കൂടുതലായിട്ട് ഓർക്കുന്ന, അങ്ങനെ 10 ഗുണങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. ഓരോന്നും ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ആ ഗുണങ്ങളെല്ലാമുള്ള യഥാർത്ഥ വിശ്വാസികളായിട്ട് നാം തീരണം. 6-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വലൗ തറാ ഇദ് വുഖിഫു അലന്നാരി ഫഖാലു യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മുഅ്മിനീൻ. നരകത്തിൽ അവർ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു, ഞങ്ങളെ ഒന്ന് തിരിച്ചയച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുമായിരുന്നില്ല, ഞങ്ങൾ നിന്റെ വിശ്വാസികളിൽ ദാസന്മാരിൽ ഉൾപ്പെടുമായിരുന്നുവെന്ന്. ഒരവസരം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി നാം ജീവിക്കുക. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. 1-ാമത്തെ ഭാര്യയെ രാജാവ് സ്നേഹിച്ചില്ല. രാജാവ് അവരെ തിരിഞ്ഞു നോക്കിയില്ല. രാജാവ് അവർക്ക് ഭക്ഷണം നൽകിയില്ല, ഒരു പുഞ്ചിരി പോലും നൽകിയില്ല. എന്നാൽ മറ്റു 3 ഭാര്യമാരെയും രാജാവ് സ്നേഹിച്ചിരുന്നു. ഏറ്റവും അധികം രാജാവ് സ്നേഹിച്ചത് 4-ാമത്തെ ഭാര്യയാണ്. 4-ാമത്തെ ഭാര്യയ്ക്ക് രാജാവ് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, ആഭരണം നൽകി, എവിടെയും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുമായിരുന്നു. മറ്റു 2 ഭാര്യമാരെയും രാജാവ് സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ രാജാവിന് അസുഖം ബാധിച്ചു. രാജാവ് മരിച്ചു പോകുമെന്ന് കൊട്ടാര ബിഷപ്പ്വരന്മാർ പറഞ്ഞു. രാജാവിന് നിരാശയായി. അന്നത്തെ അവരുടെ വിശ്വാസപ്രകാരം ശവക്കല്ലറയിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ അത് മാത്രമേ പരലോകത്ത് അവർക്ക് ലഭിക്കുകയുള്ളൂ. രാജാവിന് ഏറ്റവും അധികം സ്നേഹം 4-ാമത്തെ ഭാര്യയോടായിരുന്നു. അതുകൊണ്ട് 4-ാമത്തെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്, നീ എന്നോടൊപ്പം വരണം. 4-ാമത്തെ ഭാര്യ പറഞ്ഞു, സാധ്യമല്ല, കൂടി വന്നാൽ മരിക്കുന്ന സമയം വരെയും ഞാൻ താങ്കളോടൊപ്പം ഉണ്ടാകും, അത് കഴിഞ്ഞാൽ ഞാൻ പോകും. രാജാവിന് ദുഃഖമായി. ഒരുപാട് സ്നേഹിച്ചതാണ്, ആഭരണങ്ങൾ നൽകിയതാണ്, വസ്ത്രം നൽകിയതാണ്, ഭക്ഷണം നൽകിയതാണ്. 3-ാമത്തെ ഭാര്യയെ സമീപിച്ചിട്ട് പറഞ്ഞു, 4-ാമത്തെ ഭാര്യ എന്നോട് വരില്ല എന്ന് പറയുന്നു, നിന്നെ ഞാൻ സ്നേഹിച്ചതല്ലേ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നൽകിയിട്ടില്ലേ, നീയും എന്നോടൊപ്പം വരണം. 3-ാമത്തെ ഭാര്യ പറഞ്ഞു, കൂടി വന്നാൽ താങ്കളുടെ മൃതശരീരം കൊട്ടാരത്തിൽ നിന്ന് പുറത്തെടുക്കുന്നത് വരെ ഞാൻ ഉണ്ടാകും, അതിനുശേഷം ഞാനും പോകും. രാജാവിന് ദുഃഖമായി. 2-ാമത്തെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് രാജാവ് ചോദിച്ചു, എന്നോടൊപ്പം വരുമോ എന്ന്. 2-ാമത്തെ ഭാര്യയും പറഞ്ഞു, സാധ്യമല്ല, കൂടി വന്നാൽ താങ്കളുടെ മൃതശരീരം ഖബറിന്റെ ഉള്ളിൽ വെക്കുന്നത് വരെ ഞാനും ഉണ്ടാകും, അതിനുശേഷം ഞാനും പോകും. അങ്ങനെ രാജാവ്